أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട അനുസ്മരണമാണ് നടന്നു വരുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരണങ്ങളുമുണ്ട്. ചില കാര്യങ്ങൾ വ്യത്യസ്ത വീക്ഷണങ്ങളോട് കൂടിയുള്ളവയാണ്, അതുകൊണ്ടാണ് വിവരിക്കുന്നത്. അതെല്ലാം ഒരേ സംഭവമാണെന്ന് തോന്നിയേക്കാം. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ വിവരിക്കാം. ഉസുദുൽ ഖാബയിൽ ഹദരത്ത് അബൂബക്കർ ഇസ്ലാം സ്വീകരിച്ചുമായി ബന്ധപ്പെട്ട സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. ഇത് ഹദരത്ത് അബ്ദുല്ല ബിൻ മസൂദിൽ നിന്നുള്ള നിവേദനമാണ്. ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ യമനിൽ പോയതായിരുന്നു. അസദ് ഗോത്രത്തിലെ ഒരു വൃദ്ധനായ മനുഷ്യന്റെ അടുത്താണ് അതിഥിയായി കഴിഞ്ഞത്. ഇയാൾ ഒരു പണ്ഡിതനായിരുന്നു, ദൈവിക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുമുണ്ടായിരുന്നു. അയാൾ ജനങ്ങളുടെ വംശാവലി സംബന്ധിച്ച അറിവിൽ നിപുണനുമായിരുന്നു. അയാൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഹറം നിവാസിയാണെന്നാണ്. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ഹറം നിവാസിയാകുന്നു. പിന്നെ അയാൾ പറഞ്ഞു, നിങ്ങൾ ഖുറൈശി വംശജനാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഞാൻ ഖുറൈശി വംശജനാണ്. പിന്നെ അയാൾ പറഞ്ഞു, നിങ്ങൾ തൈമിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ തൈം ബിൻ മുറയിൽ പെട്ടവനാകുന്നു. ഞാൻ അബ്ദുല്ലാ ബിൻ ഉസ്മാൻ ആകുന്നു. മാത്രമല്ല കാബിൻ സാദ് ബിൻ തൈം ബിൻ മുറയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുമാണ്. അയാൾ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കുറിച്ച് ഒരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ ഈ പേര്, അതായത് അബ്ദുല്ലാ ബിൻ ഉസ്മാൻ എന്ന പേര് ആണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ല എന്ന് വെച്ചിട്ടില്ലായിരുന്നു. ഏതായിരുന്നാലും ഇത് നിവേദനമാണ്, അങ്ങനെയാണുള്ളത്. അയാൾ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കുറിച്ചൊരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ പറഞ്ഞു, അതെന്താണ്? അയാൾ പറഞ്ഞു, നിങ്ങൾ ഉദരത്തിൽ നിന്ന് വസ്ത്രം മാറ്റി കാണിക്കാമോ? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ല. അതല്ലെങ്കിൽ അതെന്തിനാണെന്ന് എന്നോട് പറയൂ. അയാൾ പറഞ്ഞു, ഞാൻ ശരിയായതും സത്യസന്ധവുമായ ഒരറിവിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഒരു നബി ഹറമിൽ നിയോഗിക്കപ്പെടുന്നതാണ്. ഒരു യുവാവും പ്രായം കൂടിയ വ്യക്തിയും അദ്ദേഹത്തിന്റെ ജോലിയിൽ അദ്ദേഹം സഹായിക്കുന്നതാണ്. യുവാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ബുദ്ധിമുട്ടുകളിലേക്ക് ചാടിപ്പുറപ്പെടുന്ന ആളും പ്രയാസങ്ങളെ തടുക്കുന്ന ആളുമായിരിക്കും. പ്രായമുള്ള ആൾ വെളുത്തതും മെലിഞ്ഞ ശരീരമുള്ള ആളുമാണ്. അയാളുടെ വയറിൽ ഒരു അടയാളം ഉണ്ടായിരിക്കും. അയാളുടെ ഇടത്തു തുടയിലും ഒരു അടയാളം ഉണ്ടായിരിക്കും. അയാൾ പറഞ്ഞു, ഞാൻ ചോദിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം, എനിക്ക് നിർബന്ധമില്ല. നിങ്ങളുള്ള മറ്റെല്ലാ അടയാളങ്ങളും എന്നെ സംബന്ധിച്ചോളം പൂർത്തിയായിരിക്കുന്നു, എനിക്ക് കാണപ്പെടാത്ത ഒഴികെ. അതിനകത്ത് അബൂബക്കർ പറഞ്ഞു, ഞാൻ അയാൾക്ക് വേണ്ടി എൻ്റെ വയറിൽ നിന്ന് വസ്ത്രം മാറ്റി. അയാൾ എൻ്റെ പൊക്കളിന് മീതെ കറുപ്പ് നിറമുള്ള പാട് കണ്ടു. അപ്പോൾ അയാൾ പറഞ്ഞു, കാബയുടെ നാഥനാണ് സത്യം, ആ ആൾ നിങ്ങൾ തന്നെയാകുന്നു. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു കാര്യം അവതരിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ കാര്യത്തിൽ മുൻകരുതലെടുക്കണം. അതിനകത്ത് അബൂബക്കർ പറഞ്ഞു, അതെന്താണ്? അയാൾ പറഞ്ഞു, നോക്കുക, സന്മാർഗത്തിൽ നിന്ന് മുഖം തിരിക്കരുത്, അനുപമവും നല്ലവുമായ വഴിയെ ശക്തമായി പിൻപറ്റുക. അള്ളാഹു നിങ്ങൾക്ക് ധനവും സമ്പത്തും തന്നാലും അവയെക്കുറിച്ച് അള്ളാഹുവിനെ ഭയപ്പെടുക. ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് പറയുന്നു, ഞാൻ യമനിൽ എൻ്റെ ജോലി പൂർത്തിയാക്കി. എന്നേക്കാൾ വൃദ്ധനായ മനുഷ്യനോട് പറയാൻ ഞാൻ അടുത്തെത്തി. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഈരടികൾ ഓർക്കുമോ? ഞാൻ ആ നബിയെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, അതെ. അയാൾ അപ്പോൾ കവിതകൾ ചൊല്ലിക്കേൽപ്പിച്ചു.
ഹദ്രത്ത് അബൂബക്കർ പറയുന്നു, പിന്നെ ഞാൻ മക്കയിൽ വന്നപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവനിയോഗിതൻ ആയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഉത്ബ ബിൻ അബി മുആയിദ്, ഷൈബ, റബിയ, അബൂജഹൽ, അബൂ ബഖ്തരി, പിന്നെ ഖുറൈശികളുടെ മറ്റു നേതാക്കന്മാരും എൻ്റെ അടുക്കൽ വന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയോ, അതല്ല മറ്റെങ്കിലും സംഭവിച്ചോ, ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നു. അവർ പറഞ്ഞു, അബൂബക്കർ, വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. അബൂ താലിബിന്റെ യത്തീം നബിയാണെന്ന് വാദിക്കുന്നു. താങ്കളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അവനെ സംബന്ധിച്ച് ആരെയും കാത്തിരിക്കില്ലായിരുന്നു. ഇപ്പോൾ താങ്കൾ വന്നിരിക്കുന്നു. ഇനി അവനെ സംബന്ധിച്ചിടത്തോളം താങ്കളെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത്. ഞങ്ങൾക്കത് മതി. ഹദ്രത്ത് അബൂബക്കർ പറയുന്നു, ഞാൻ അവരെ നല്ലപോലെ ഒഴിവാക്കി. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുടെ വീട്ടിലുണ്ടെന്ന് പറയപ്പെട്ടു. ഞാൻ പോയി വാതിൽ മുട്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് സ്വന്തം വീട്ടിൽ നിന്ന് പോയിരിക്കുകയാണോ? അങ്ങ് പിതൃവന്മാരുടെ ദീൻ ഉപേക്ഷിച്ചിരിക്കുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ, ഞാൻ അല്ലാഹു റസൂലാകുന്നു, നിങ്ങൾക്കും മറ്റെല്ലാവർക്കും വേണ്ടി. ആകയാൽ നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുക. ഞാൻ പറഞ്ഞു, താങ്കൾക്ക് അതിനെന്ത് തെളിവാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യമനിൽ കണ്ടുമുട്ടിയ വൃദ്ധനായ മനുഷ്യൻ തന്നെ. ഞാൻ പറഞ്ഞു, യമനിൽ വൃദ്ധനായ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, ഞാൻ അവരെയൊക്കെ കണ്ടുമുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്ക് കവിതകൾ കേൾപ്പിച്ച വൃദ്ധനായ വ്യക്തി. ഞാൻ പറഞ്ഞു, അല്ലയോ എൻ്റെ സുഹൃത്തെ, താങ്കളോട് ആരാണ് അത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് മുമ്പേ പ്രവാചകന്മാരുടെ അടുത്ത് വന്ന അതേ മഹാനായ മലക്ക് തന്നെ. ഞാൻ പറഞ്ഞു, അങ്ങ് കൈ നീട്ടിയാലും അള്ളാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ലെന്നും അങ്ങ് അള്ളാഹു റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഹദ്രത്ത് അബൂബക്കർ പറയുന്നു, പിന്നെ ഞാൻ തിരിച്ചു പോന്നു. ഞാൻ ഇസ്ലാമിൽ വന്ന കാരണം മക്കയിലെ 2 പർവ്വതങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ സന്തോഷവാനായി മറ്റാരും ഉണ്ടായിരുന്നില്ല. ഉസുദുൽ ഗാബിയിലുള്ള ഉദ്ധരണിയാണിത്. ചില സ്ഥലങ്ങളിൽ ഒരുപക്ഷെ വിവരണത്തിന് വേണ്ടി ചിലത് അധികരിപ്പിച്ചിട്ടുമുണ്ടാകാം, എങ്കിലും ഒരുപാട് കാര്യങ്ങൾ ശരിയായിട്ടുള്ളവ തന്നെയാണ്. റിയാസു നസാറയിൽ ഹദ്രത്ത് അബൂബക്കർ ഇസ്ലാം സ്വീകരിച്ച സംഭവം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉമ്മുൽ മുഅ്മിനീൻ ഹദ്രത്ത് ഉമ്മെ സൽമ വിവരിക്കുന്നു, ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ ഉറ്റ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവനിയോഗിതനായപ്പോൾ ഖുറൈശിയിലെ ആളുകൾ ഹദ്രത്ത് അബൂബക്കറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ, നിന്റെ സുഹൃത്ത് ഭ്രാന്തനായിരിക്കുന്നു, നൗസുബില്ല. ഹദ്രത്ത് അബൂബക്കർ പറഞ്ഞു, അദ്ദേഹത്തിന് എന്തു പറ്റി? അവർ പറഞ്ഞു, അദ്ദേഹം മസ്ജിദ് ഹറമിൽ ജനങ്ങളെ തൗഹീദില് അഥവാ ഏകദൈവത്തിലേക്ക് വിളിക്കുകയും അദ്ദേഹം നബിയാണെന്ന് പറയുകയും ചെയ്യുന്നു. ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഈ കാര്യം അദ്ദേഹം പറഞ്ഞുവോ? ജനങ്ങൾ പറഞ്ഞു, അതെ, അദ്ദേഹം ഈ കാര്യം മസ്ജിദ് ഹറാമിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഹദ്രത്ത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാതിലിൽ മുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്തേക്ക് വിളിച്ചു. അങ്ങനെ തിരുനബി പുറത്തേക്ക് വന്നപ്പോൾ അബൂബക്കർ പറഞ്ഞു, അബുൽ ഖാസിം, ഞാൻ താങ്കളെ സംബന്ധിച്ച് എന്താണ് ഈ കേൾക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ, നിങ്ങൾ എന്നെ പറ്റി എന്താണ് കേട്ടത്? ഹദ്രത്ത് അബൂബക്കർ പറഞ്ഞു, താങ്കൾ അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു എന്നും താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണെന്നും താങ്കൾ പറയുന്നതായി എനിക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ അബൂബക്കർ, തീർച്ചയായും എന്റെ അദൃശ്യനായ നാഥൻ എന്നെ സ്വാർത്ഥ നൽകുന്നവനും താക്കീതുകാരനുമാക്കിയിരിക്കുന്നു. എന്നെ ഇബ്രാഹിമിന്റെ ദുആ ആക്കിയിരിക്കുന്നു. എന്നെ എല്ലാ ജനങ്ങളിലേക്കും നിയോഗിച്ചിരിക്കുന്നു. ഹദ്രത്ത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവാണേ സത്യം, താങ്കൾ ഒരിക്കലും കളവ് പറയുന്നതായി ഞാൻ കണ്ടിട്ടില്ല. താങ്കൾ തീർച്ചയായും തന്റെ വിശ്വസ്ത മുതലിന്റെ പ്രാധാന്യവും കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതും നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും കാരണം നുബുവത്തിന് ഏറ്റവും അർഹനാകുന്നു. താങ്കൾ കൈനീട്ടിയാലും ഞാൻ ബയ്യത്ത് ചെയ്യട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈനീട്ടി. ഹദ്രത്ത് അബൂബക്കർ തിരുനബിക്ക് ബയ്യത്ത് ചെയ്തു, തിരുനബിയെ സാക്ഷ്യപ്പെടുത്തി. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് സത്യമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ അള്ളാഹുവാണേ സത്യം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക്ക് ക്ഷണിച്ചപ്പോൾ ഹദ്രത്ത് അബൂബക്കർ അമാന്തിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തില്ല. ഒരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
ഞാൻ ആരെയെല്ലാമാണ് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് അവർക്കെല്ലാം അടിപതറി എതിർക്കാൻ തുടങ്ങി. അബൂബക്കർ ഒഴികെ മറ്റെല്ലാവരും കാത്തിരിക്കുകയാണ് ചെയ്തത്. ഞാൻ അദ്ദേഹത്തോട് ഇസ്ലാമിനെ പറ്റി പരാമർശിച്ചപ്പോൾ അദ്ദേഹം പിന്മാറുകയോ അതിൽ എതിർപ്പ് കാണിക്കുകയോ ചെയ്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജനങ്ങളെ, അള്ളാഹു എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞു നീ വ്യാജനാണ്. എന്നാൽ അബൂബക്കർ പറഞ്ഞു സത്യവാനാണ്. അദ്ദേഹം തന്റെ ജീവനും സമ്പത്തും മുഖേന എന്നോട് സഹതാപം പ്രകടിപ്പിച്ചു. ഇത് ബുഖാരിയിലുള്ള നിവേദനമാകുന്നു. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഹദ്രത്ത് അബൂബക്കർ ഇസ്ലാം സ്വീകരിച്ച സംഭവം വിവരിച്ചുകൊണ്ട് ഒരിടത്ത് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് പുറപ്പെടുവിച്ച സമയത്ത് ഹദ്രത്ത് അബൂബക്കർ പുറത്തെവിടെയോ ആയിരുന്നു. തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭൃത്യ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ സുഹൃത്ത് നൗസുബില്ല ഭ്രാന്തനായിരിക്കുന്നു. അദ്ദേഹം കൗതുകകരമായ പല കാര്യങ്ങളും പറയുന്നു. മാത്രമല്ല തനിക്ക് മേൽ ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങുന്നു എന്നും പറയുന്നുണ്ട്. ഹദ്രത്ത് അബൂബക്കർ അപ്പോൾ എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെത്തി. വീടിന്റെ വാതിലിൽ മുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നു. ഹദ്രത്ത് അബൂബക്കർ പറഞ്ഞു, ഞാൻ താങ്കളോട് ഒരു കാര്യം മാത്രം അന്വേഷിക്കാനാണ് വന്നത്. താങ്കൾക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുന്നു എന്നും താങ്കളോട് സംസാരിക്കുന്നു എന്നും താങ്കൾ പറഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിലോ എന്ന് കരുതി വിശദീകരിക്കാൻ ആഗ്രഹിച്ചു. ഇത് പൊതുവായ നിവേദനമാണ്. നമ്മുടെ ചരിത്രങ്ങളിലും ഇത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഏതായാലും അബൂബക്കർ പറഞ്ഞു, താങ്കൾ വിശദീകരിക്കേണ്ടതില്ല. താങ്കൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രം പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ മലക്കുകളുടെ രൂപം എന്താണെന്നും അതെങ്ങനെയാണ് ഇറങ്ങിയത് എന്നും മറ്റും അദ്ദേഹം ചോദിക്കുമെന്ന് കരുതി പ്രാരംഭത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചു. പക്ഷെ അബൂബക്കർ പറഞ്ഞു, അല്ല, ഈ കാര്യം ശരിയാണ് എന്ന് മാത്രം താങ്കൾ എന്നോട് പറഞ്ഞാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ശരിയാണ്. താങ്കൾ അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു, ഞാൻ താങ്കളിൽ വിശ്വസിക്കുന്നു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ തെളിവുകൾ വിവരിക്കുന്നതിൽ നിന്ന് അങ്ങയെ തടയാൻ കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ വിശ്വാസം കണ്ടുകൊണ്ടായിരിക്കണം എന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കരുത് എന്നും കരുതിയിട്ടാണ്. കാരണം അങ്ങയെ സത്യസന്ധനും വരിഷ്ഠനുമാണെന്ന് അംഗീകരിച്ചതിന് ശേഷം ഏതെങ്കിലും തെളിവുകളുടെ ആവശ്യം തന്നെയില്ല. ചുരുക്കത്തിൽ ഏതൊരു കാര്യമാണോ മക്കക്കാർ മൂടിവെച്ചിരുന്നത് അതിന് അബൂബക്കർ തന്റെ കർമ്മത്തിലൂടെ വെളിപ്പെടുത്തി കാണിച്ചു. മറ്റൊരിടത്ത് ഹദ്രത്ത് അബൂബക്കർ ഇസ്ലാം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഹദ്രത്ത് മുസ്ലിം മൗദ് ഇങ്ങനെ വിവരിക്കുന്നു. മറ്റൊരു ഉദ്ധരണിയുടെ വെളിച്ചത്തിൽ ഹദ്രത്ത് അബൂബക്കറിന്റെ വിശ്വസ്തത അത്ഭുതാവഹമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയുണ്ടായപ്പോൾ, അതായത് നുബുവത്ത് പുറപ്പെടുവിക്കണമെന്ന് വെളിപാടുണ്ടായപ്പോൾ ഹദ്രത്ത് അബൂബക്കർ മക്കയിലെ ഒരു നേതാവിന്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അയാളുടെ ഒരു ഭൃത്യ വന്ന് പറഞ്ഞു, ഖദീജയ്ക്ക് എന്ത് പറ്റിയെന്നറിയില്ല. അവർ പറയുന്നു അവരുടെ ഭർത്താവ് മൂസയെ പോലെ തന്നെ പ്രവാചകനാണത്രേ. ജനങ്ങൾ ഈ വാർത്ത കേട്ടപ്പോൾ പരിഹസിക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നവരെ ഭ്രാന്തൻ എന്ന് പറയാൻ തുടങ്ങി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥകളെ സംബന്ധിച്ച് വളരെ ആഴത്തിൽ അറിവുണ്ടായിരുന്ന ഹദ്രത്ത് അബൂബക്കർ ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി ചോദിച്ചു, അങ്ങ് എന്തെങ്കിലും വാദം ഉന്നയിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അള്ളാഹു എന്നെ ലോകത്തിന്റെ പരിഷ്കരണത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നു. ശിർക്ക് വിഭാടനം ചെയ്യാൻ കൽപ്പന നൽകിയിരിക്കുന്നു. ഹദ്രത്ത് അബൂബക്കർ മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കാതെ മറുപടിയായി പറഞ്ഞു, ഞാൻ എന്റെ പിതാവിനെയും മാതാവിനെയും സത്യം ചെയ്തു പറയുന്നു, താങ്കൾ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. എന്നിരിക്കെ താങ്കൾ അള്ളാഹുവിനെ കുറിച്ച് കളവ് പറയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. ആകയാൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്നും അങ്ങ് അള്ളാഹുവിൻ റസൂലാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ, അതായത് ഹദ്രത്ത് അബൂബക്കർ തന്റെ നന്മയെയും ഭക്തിയെയും കുറിച്ച് വിശ്വാസമുണ്ടായിരുന്ന ഏതാനും യുവാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു തുടങ്ങി. അങ്ങനെ 7 പേർ കൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ചു. ഇവരെല്ലാം യുവാക്കളായിരുന്നു. അവരുടെ പ്രായം 12 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ആയിരുന്നു. മറ്റൊരിടത്ത് ഹദ്രത്ത് മുസ്ലിം മൗദ് ഈ സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. ഹദ്രത്ത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
ഒരൊറ്റ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അംഗീകരിക്കുന്നത്. ഒരിക്കലും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു നിമിഷ നേരത്തേക്ക് പോലും സംശയമുണ്ടായിട്ടില്ല. തെളിവ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് തുടരുന്നത്. സംഭവങ്ങൾ വ്യത്യസ്തമാണെന്ന് മാത്രം. ആ തെളിവ് എന്തായിരുന്നു എന്നാൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുപ്പത്തിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലെന്നും ദ്രോഹങ്ങൾ ചെയ്തിട്ടില്ല എന്നും ഒരിക്കലും മോശമായ അസഭ്യ വർത്തമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്നും വന്നിട്ടില്ല എന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇതിനപ്പുറത്ത് അദ്ദേഹത്തിന് ഏതെങ്കിലും ശരീഅത്തിന്റെ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് അതിന്റെ വിവരണത്തെ മാനദണ്ഡമാക്കിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യവാനാണെന്ന് മനസ്സിലാക്കിയിരുന്നത്. അദ്ദേഹം ഏതെങ്കിലും നിയമത്തെ അനുഗമിക്കുന്ന ആളുമായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലും എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സത്യസാക്ഷ്യത്തിന് എന്ത് തെളിവാണ് വേണ്ടത് എന്നും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയില്ല എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നത്. അദ്ദേഹം ഒരു യാത്രയ്ക്ക് പോയതായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ വഴിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഞാൻ അള്ളാഹു റസൂലാണെന്ന്. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് അങ്ങനെ പറയുന്നുണ്ടോ? ആഗതൻ പറഞ്ഞു, അതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ പിന്നെ അദ്ദേഹം പറയുന്നത് കള്ളമല്ല, അദ്ദേഹം പറയുന്നതൊക്കെ സത്യമാണ്. കാരണം അദ്ദേഹം ഒരിക്കലും ജനങ്ങളെ പറ്റി കളവ് പറഞ്ഞിട്ടില്ലായിരിക്കെ ദൈവത്തെ പറ്റി എന്തിനാണ് കളവ് പറയുന്നത്? അദ്ദേഹം ജനങ്ങളോട് ഒരിക്കലും വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ലായിരിക്കെ ആത്മാക്കളെ നശിപ്പിക്കുന്ന രീതിയിൽ ഇത്രയും വലിയ വിശ്വാസവഞ്ചന അദ്ദേഹം എന്തിനു കാണിക്കണം? കേവലം ഈ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹദ്രത്ത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചത്. ഈ കാര്യം തന്നെയാണ് അള്ളാഹുവും എടുത്തു പറയുന്നു, ജനങ്ങളോട് പറയുക, ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു നീണ്ട കാലം കഴിഞ്ഞു, നിങ്ങൾ അതൊന്ന് നോക്കുക. ഇതിൽ ഞാൻ ഒരിക്കലും വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല. എന്നിരിക്കെ ഞാൻ അള്ളാഹുവിന്റെ കാര്യത്തിൽ എന്തിന് വിശ്വാസവഞ്ചന കാണിക്കണം? ഈ തെളിവ് തന്നെയാണ് ഹദ്രത്ത് അബൂബക്കർ എടുത്തത്. പറയുന്നു, അദ്ദേഹം അള്ളാഹുവിൻ റസൂൽ എന്ന് പറയുന്നു, എങ്കില് സത്യമാണ്, ഞാൻ അത് അംഗീകരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു സംശയവും ഉടലെടുത്തില്ല. അദ്ദേഹത്തിന് സ്ഥൈര്യമുള്ള കാലുകൾക്ക് ഇടർച്ചയും സംഭവിച്ചില്ല. അദ്ദേഹത്തിന് മേൽ വലിയ വലിയ പരീക്ഷണങ്ങൾ വന്നു. സ്വത്തുക്കളും വീടും ഉപേക്ഷിക്കേണ്ടതായി വന്നു. സ്വന്തം ബന്ധുജനങ്ങളെ കൊല ചെയ്യേണ്ടതായി വന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസാക്ഷ്യത്തിൽ ഒരിക്കലും സംശയമുണ്ടായില്ല. ഇത് അദ്ദേഹം ഒരിക്കൽ ബൈഅത്ത് ചെയ്തവർക്ക് ഉപദേശം നൽകിക്കൊണ്ട് പറഞ്ഞതായിരുന്നു. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. ഹദ്രത്ത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച ഈ സംഭവം അതോടനുബന്ധിച്ചാണ് അദ്ദേഹം വിവരിച്ചത്. ഹദ്രത്ത് മസീമദ് അലൈഹി ഇസ്ലാം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് അബൂബക്കറിന് സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിനുള്ളിൽ എന്തെല്ലാം മികവുകൾ ഉണ്ടായിരുന്നു എന്ന് അള്ളാഹുവിന് മാത്രമേ നന്നായിട്ട് അറിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കൂടി പറഞ്ഞു, അതായത് ഹദ്രത്ത് അബൂബക്കറിന്റെ മേന്മ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനുള്ളിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ ഹദ്രത്ത് അബൂബക്കർ കാണിച്ച സത്യസന്ധതയ്ക്ക് സമാനമായത് കിട്ടാൻ പ്രയാസമാണ്. സത്യം എന്തെന്നാൽ ഓരോ കാലഘട്ടത്തിലും ആരെങ്കിലും സിദ്ദീഖിന്റെ തികവുകൾ സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് അബൂബക്കറിന്റെ സ്വഭാവവും പ്രകൃതവും തങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയുന്നത്ര പരിശ്രമിക്കുകയും കഴിയുന്നത്ര പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത്. ഏതുവരെ അബൂബക്കറിന്റെ പ്രകൃതത്തിന്റെ നിഴൽ തനിക്ക് മേൽ വിരിക്കുന്നില്ലയോ, ആ നിറത്തെ സ്വായത്തമാക്കുന്നില്ലയോ, അതുവരെ സിദ്ദീഖിയത്തിന്റെ തികവുകൾ സ്വായത്തമാകുന്നതല്ല. വീണ്ടും പറയുന്നു, അബൂബക്കറിന്റെ പ്രകൃതം എന്താണ്? അതേക്കുറിച്ച് വിശദമായ ചർച്ചയ്ക്കുള്ള സന്ദർഭമല്ല ഇത്. കാരണം അതിന്റെ വിശദീകരണത്തിന് വളരെയധികം സമയം അനിവാര്യമാണ്. പറയുന്നു, ഞാൻ ചുരുക്കത്തിൽ ഒരു സംഭവം വിവരിക്കാം. അതായത് ഹദ്രത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് വെളിപ്പെടുത്തി. ആ സമയത്ത് ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈജിപ്തിലേക്ക് കച്ചവട ആവശ്യാർത്ഥം പോയതായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഒരാൾ വഴിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം മക്കക്കാരുടെ അവസ്ഥകളെ കുറിച്ച് അന്വേഷിച്ചു. പുതിയ വല്ല വർത്തമാനങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചു. പൊതുവിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വഴിയിൽ സ്വന്തം നാട്ടുകാരെ ആരെങ്കിലും കണ്ടാൽ അയാളോട്
നാട്ടിലെ സംഭവങ്ങളെ കുറിച്ച് ചോദിക്കുന്നത് പതിവാണല്ലോ. അയാൾ മറുപടി പറഞ്ഞു, പുതിയ കാര്യം എന്തെന്നാൽ നിങ്ങളുടെ സുഹൃത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്ന് വാദിച്ചിരിക്കുന്നു. അത് കേട്ട മാത്രയിൽ ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, അദ്ദേഹം അങ്ങനെ വാദിച്ചിട്ടുണ്ടെങ്കിൽ നിസ്സംശയം അദ്ദേഹം സത്യവാനാകുന്നു. ഈ ഒരു സംഭവത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹത്തിന് എത്രമാത്രം നല്ല ചിന്തയാണ് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാം. ദൃഷ്ടാന്തങ്ങളുടെ ഒന്നും അനിവാര്യത ഉണ്ടെന്ന് കരുതിയില്ല. വാസ്തവത്തിൽ ദൃഷ്ടാന്തങ്ങൾ അന്വേഷിക്കുന്നവർ വാദിയുടെ അവസ്ഥകളെ സംബന്ധിച്ച് അജ്ഞരായിരിക്കും. അപരിചിതനായ വ്യക്തിയാണെങ്കിൽ കൂടുതൽ തൃപ്തി നേടേണ്ടതായിട്ടുണ്ടാകും. എന്നാൽ അദ്ദേഹത്തിന്റെ അവസ്ഥകൾ സംബന്ധിച്ച് നല്ലപോലെ അറിവുള്ള ആൾക്ക് ദൃഷ്ടാന്തങ്ങളുടെ ആവശ്യം തന്നെ എന്താണ്? ചുരുക്കത്തിൽ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഴിയിൽ വെച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കേട്ടപ്പോൾ വിശ്വസിക്കുകയാണ് ചെയ്തത്. പിന്നെ മക്കയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ സവിധത്തിലെത്തി ചോദിച്ചു, അങ്ങ് നുബുവത്ത് ഉന്നയിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അത് ശരിയാണ്. അപ്പോൾ ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, താങ്കൾ സാക്ഷിയാകുക, ഞാൻ അങ്ങയെ സാക്ഷ്യപ്പെടുത്തുന്നതിൽ പ്രഥമനാകുന്നു. അദ്ദേഹം ഇത് പറഞ്ഞത് കേവലം വാക്കുകൾ മാത്രമായിരുന്നില്ല, മറിച്ച് അദ്ദേഹം, അതായത് ഹദ്റത്ത് അബൂബക്കർ, തന്റെ കർമ്മങ്ങളിലൂടെ അത് തെളിയിച്ചു കാണിച്ചു. മരണം വരെ നിറവേറ്റി. മരണശേഷവും സഹവാസം ഉപേക്ഷിച്ചില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം സൂറ റഹ്മാനിലെ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അതായത് തന്റെ റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗങ്ങളുണ്ട് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഹദ്റത്ത് അബൂബക്കറിന്റെ ഉദാഹരണമാണ് നൽകുന്നത്. പറയുന്നു, ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖിനെ തന്നെ നോക്കുക. അദ്ദേഹം ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ വഴിയിൽ ഒരാളെ കണ്ടുമുട്ടി. അദ്ദേഹം അയാളോട് പറഞ്ഞു, എന്തെങ്കിലും പുതിയ വർത്തമാനം കേൾപ്പിക്കൂ. അയാൾ മറുപടിയായി പറഞ്ഞു, പുതിയ വർത്തമാനങ്ങളൊന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സുഹൃത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്ന് വാദിക്കുന്നു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് മറുപടിയായി പറഞ്ഞു, അദ്ദേഹം നുബുവത്ത് വാദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സത്യവാനാകുന്നു. അദ്ദേഹം ഒരിക്കലും വ്യാജനല്ല. അതിനുശേഷം ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അങ്ങ് സാക്ഷിയാകുക, അങ്ങയെ വിശ്വസിക്കുന്നവരിൽ ഞാൻ ഏറ്റവും പ്രഥമനാകുന്നു. നോക്കുക, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ദൃഷ്ടാന്തവും ചോദിച്ചില്ല. കേവലം നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പരിചയത്തിന്റെ അനുഗ്രഹപരമായി അദ്ദേഹം വിശ്വസിക്കുകയായിരുന്നു. ഓർക്കുക, ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുന്നത് പരിചയമില്ലാത്തവരാണ്. ചെറുപ്പകാലം മുതലേ ഉള്ള സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം മുൻകാലാവസ്ഥകൾ തന്നെ ദൃഷ്ടാന്തങ്ങളാകുന്നു. അതിനുശേഷം ഹദ്റത്ത് അബൂബക്കറിന് വലിയ വലിയ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. കഠിനമായ ദുഃഖം സഹിക്കേണ്ടി വന്നു. നോക്കുക, ഏറ്റവും അധികം പ്രയാസങ്ങൾ നൽകി ഏറ്റവും അധികം അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു. എന്നാൽ ഏറ്റവും ആദ്യം നുബുവത്തിന്റെ സിംഹാസനത്തിൽ അദ്ദേഹത്തെ തന്നെയാണ് ഇരുത്തിയത്. അള്ളാഹു അദ്ദേഹത്തിന് ഇവിടെയും അനുഗ്രഹം നൽകി. അടുത്ത ലോകത്താട്ടെ സ്വർഗം ഏതായാലുമുണ്ട്. പകൽ മുഴുവൻ അദ്ദേഹം കച്ചവടത്തിൽ അലിഞ്ഞു തിരിഞ്ഞ സമയവും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഏറ്റവും ആദ്യത്തെ ഖലീഫയായി അദ്ദേഹത്തെ നിശ്ചയിച്ച സന്ദർഭവും നോക്കുക. മറ്റൊരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, മനുഷ്യൻ 2 വിധത്തിലാണുള്ളത്. ഒന്ന്, ശുദ്ധ പ്രകൃതമുള്ളവരായിരിക്കും. അവർ ആദ്യം തന്നെ വിശ്വസിക്കുന്നതാണ്. ഇക്കൂട്ടർ ദീർഘദർശികളും ക്രാന്തദർശികളുമായിരിക്കും. ഉദാഹരണത്തിന് ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് ഭോഷ്കന്മാരാണ്. എന്തെങ്കിലും തലയിൽ വന്ന് വീഴുമ്പോഴാണ് അവർ ഉണരുക. അതായത് എന്തെങ്കിലും പ്രയാസത്തിലാക്കപ്പെടുമ്പോൾ, ആപത്തുകൾ വരുമ്പോൾ വിശ്വസിക്കേണ്ടതാണോ അല്ലയോ എന്ന് ചിന്തിക്കാൻ തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും ആദ്യം വിശ്വസിച്ചത് ആരാണ് എന്നുള്ള കാര്യത്തിലും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ചരിത്രകാരന്മാരുടെ വീക്ഷണത്തിൽ ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് പുരുഷന്മാരിൽ ആരാണ് ആദ്യം വിശ്വസിച്ചത്? ഹദ്റത്ത് അബൂബക്കർ ആണോ, ഹദ്റത്ത് അലിയാണോ, ഹദ്റത്ത് സെയ്ദ് ബിൻ ഹാരിസയാണോ? അതിന് ചിലർ പരിഹാരം കണ്ടെത്തിയത് ഇങ്ങനെയാണ്. അതായത് കുട്ടികളിൽ നിന്ന് ഹദ്റത്ത് അലിയും മുതിർന്നവരിൽ നിന്ന് ഹദ്റത്ത് അബൂബക്കറും അടിമകളിൽ നിന്ന് ഹദ്റത്ത് സെയ്ദുമാണ് ആദ്യം വിശ്വസിച്ചത്. അല്ലാമ അഹമ്മദ് ബിൻ അബ്ദുള്ള ഈ നിവേദനങ്ങളെ പരസ്പരം ചേർത്തുകൊണ്ട് എഴുതുന്നു. ഏറ്റവും ആദ്യം ഹദ്റത്ത് ഖദീജ ബിൻത് ഖുവൈലിദാണ് ഇസ്ലാം സ്വീകരിച്ചത്. പുരുഷന്മാരിൽ ഏറ്റവും ആദ്യം ഹദ്റത്ത് അലിയാണ് ഇസ്ലാം സ്വീകരിച്ചത്. പക്ഷേ
അദ്ദേഹം അപ്പോൾ കുട്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രായത്തെ സംബന്ധിച്ച് നേരത്തെയും പരാമർശിച്ചിരുന്നു. അദ്ദേഹത്തിന് 10 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹം തന്റെ ഇസ്ലാം മത ആശ്ലേഷണ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാരിൽ ഏറ്റവും ആദ്യം ഇസ്ലാം സ്വീകരിച്ചതും തന്റെ ഇസ്ലാം വെളിപ്പെടുത്തിയതും ഹദ്രത്ത് അബൂബക്കർ ബിൻ അബി ഖഹാഫ ആയിരുന്നു. സ്വതന്ത്രരാക്കപ്പെട്ട അടിമകളിൽ ഏറ്റവും ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ഹദ്രത്ത് സെയ്ദ് ബിൻ ഹാരിസ ആയിരുന്നു. ഇത് ഏകോപിച്ച അഭിപ്രായമാണ്. ഇതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഹദ്രത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് ഈ വിഷയത്തെ ചർച്ച ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യം പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും ആദ്യം വിശ്വസിച്ചത് ഹദ്രത്ത് ഖദീജയായിരുന്നു. അവർ നിമിഷ നേരത്തേക്ക് പോലും നിരാകരിച്ചില്ല. ഹദ്രത്ത് ഖദീജയ്ക്ക് ശേഷം പുരുഷന്മാരിൽ നിന്ന് ആരാണ് ആദ്യം വിശ്വസിച്ചത് എന്നതിനെ പറ്റി ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ ഹദ്രത്ത് അബൂ ബക്കർ അബ്ദുല്ലാ ബിൻ അബു ഖുഹാഫയുടെ പേര് പറയുന്നു. ചിലർ ഹദ്രത്ത് അലിയുടെ, ഹദ്രത്ത് സെയ്ദ് ബിൻ ഹാരിസയുടെയോ പേര് പറയുന്നു. തുടർന്ന് അദ്ദേഹം എഴുതുന്നു: എന്റെ വീക്ഷണത്തിൽ ഈ തർക്കം അനാവശ്യമാണ്. ഹദ്രത്ത് അലിയും സെയ്ദ് ബിൻ ഹാരിസയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെ ആളുകൾ തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുട്ടികളെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കഴിയുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ട താമസം അവർ വിശ്വസിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും അവർ കുട്ടികൾ എന്ന നിലയ്ക്ക് അംഗീകരിച്ചിരുന്നു. അതുകൊണ്ട് ഈ കാര്യം ഇങ്ങനെ തന്നെ അംഗീകരിച്ചതാകാനും മതി. തുടർന്ന് അദ്ദേഹം എഴുതുന്നു: ഈ 2 കുട്ടികളെ മാറ്റി നിർത്തിയാൽ ഹദ്രത്ത് അബൂബക്കർ പൊതുവായി ഏറ്റവും ആദ്യം വിശ്വസിക്കുന്നു എന്ന കാര്യം പൊതുവെ അംഗീകരിക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലെ കവിയായിരുന്ന ഹസ്സാൻ ബിൻ സാബിത്ത് അൻസാരി ഹദ്രത്ത് അബൂബക്കറിനെ കുറിച്ച് പറയുന്നു: ഇദാ തസക്കറത ഷജവൻ മിൻ അഖീ സിഖത്തിൻ ഫസ്കുർ അഖാക അബൂബക്കറിൻ ബിമാ ഫഅല ഖൈറൽ ബരിയത്തി അതഖാഹ വആദലഹ ബാദൻ നബിയ വഔഫാഹ ബിമാ ഹമല വസാനിയ സാദിഖൽ മഹ്ബൂദ മഷ്ഹൂദ വഅവ്വല നാസി മിൻഹും സദ്ദഖ റുസുല. അതായത്, നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും സഹോദരനെ കുറിച്ച് ദുഃഖമുണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് എന്റെ സഹോദരനായ അബൂബക്കറിനെ കൂടി ഓർക്കുക. അദ്ദേഹത്തിനെ ഓർക്കാൻ അർഹമായ മേന്മകൾ നിമിത്തം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും അധികം ഭയഭക്തിയുള്ള ആളും ഏറ്റവും അധികം നീതിബോധമുള്ള ആളും താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും പൂർണ്ണമായ നിലയിൽ നടത്തുന്ന ആളുമായിരുന്നു. അതെ, അബൂബക്കർ സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന 2ാമത്തെ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന കാര്യത്തിൽ തന്നെ പൂർണ്ണമായും ഒഴിഞ്ഞു വെച്ചിരുന്നു. അദ്ദേഹം ഏതൊരു കാര്യത്തിൽ കൈവച്ചാലും അതിനെ ഭംഗിയായി നിറവേറ്റിയിരുന്നു. ജനങ്ങളിൽ നിന്നും ഏറ്റവും ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചതും അദ്ദേഹമായിരുന്നു. ഹദ്രത്ത് അബൂബക്കർ തന്റെ മേന്മയിലും മികവിലും ഖുറൈശികൾക്കിടയിൽ ഏറെ ആദരണീയനായിരുന്നു. ഇസ്ലാമിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനം മറ്റൊരു സഹാബിക്കും കിട്ടിയിട്ടില്ല. ഹദ്രത്ത് അബൂബക്കർ ഒരു നിമിഷ നേരത്തേക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാദങ്ങളിൽ സംശയിച്ചില്ല. മറിച്ച് കേട്ട മാത്രയിൽ തന്നെ സ്വീകരിച്ചു. പിന്നെ അദ്ദേഹം തന്റെ മുഴുവൻ ശ്രദ്ധയും തന്റെ ജീവനും സമ്പത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിന്റെ സേവനത്തിന് വേണ്ടി സമർപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തന്റെ സഹാബാക്കളിൽ ഹദ്രത്ത് അബൂബക്കറായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം അദ്ദേഹം തിരുനബിയുടെ 1ാമത്തെ ഖലീഫയായി. തന്റെ ഖിലാഫത്ത് കാലത്തും അദ്ദേഹം അനുപമമായ മികവ് തെളിയിച്ചു. ഹദ്രത്ത് അബൂബക്കറെ സംബന്ധിച്ച് പ്രസിദ്ധ യൂറോപ്യൻ വിമർശകൻ സ്പ്രിംഗർ എഴുതുന്നു: അബൂബക്കർ ഇസ്ലാമിന്റെ ആരംഭത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു എന്നത് തെളിയിക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചനയിൽ അകപ്പെട്ടേക്കാമെങ്കിലും ഒരിക്കലും വഞ്ചിക്കുന്നവൻ ആയിരുന്നില്ല എന്നാണ്. മറിച്ച് സത്യഹൃദയത്തോടെ താൻ ദൈവത്തിന്റെ ദൂതനാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. സർ വില്യം മ്യൂറിനും സ്പ്രിംഗറിന്റെ ഈ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിപ്പുണ്ട്. ഹദ്രത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു: ഇസ്ലാമിന്റെ പ്രചാരണത്തിലും തൽപരമായ ഏതെല്ലാം പ്രയാസങ്ങളിലൂടെ
ഹദരത്ത് അബൂബക്കറിന് കടന്നു പോകേണ്ടി വന്നു എന്നും ഉസദുൽ ഗാബിയിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഇസ്ലാം വന്നപ്പോൾ അദ്ദേഹം ഏറ്റവും ആദ്യം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സംഘം ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തോട്, അതായത് ഹദരത്ത് അബൂബക്കറിനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന സ്നേഹം കാരണത്താലും അബൂബക്കറിനോട് ഉണ്ടായിരുന്ന ചായ്വ് കാരണത്താലുമായിരുന്നു. എത്രത്തോളം എന്നാൽ സ്വർഗീയ സുവാർത്ത നൽകപ്പെട്ട 10 പേരിൽ 5 സഹാബാക്കളും അബൂബക്കറിന്റെ കയ്യിലൂടെ ഇസ്ലാം സ്വീകരിച്ചവരാണ്. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ തബ്ലീഗിലൂടെ ഇസ്ലാം സ്വീകരിച്ചവരിൽ ഹദരത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഹദരത്ത് സുബൈർ ഇബ്നു അവ്വാം, ഹദരത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഹദരത്ത് സഅദ് ഇബ്നു അബി വഖാസ്, ഹദരത്ത് തൽഹ ബിൻ ഉബൈദുല്ല എന്നിവർ ഉൾപ്പെടുന്നു. ഇതേക്കുറിച്ച് ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് തന്റെ സീറത്തു ഖാത്തമുൻ നബിയീൻ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, ഹദരത്ത് ഖദീജ, ഹദരത്ത് അബൂബക്കർ, ഹദരത്ത് അലി, ഹദരത്ത് സെയ്ദ് ബിൻ ഹാരിസ എന്നിവർക്ക് ശേഷം ഇസ്ലാം സ്വീകരിച്ച 5 വ്യക്തികൾ ഹദരത്ത് അബൂബക്കറിന്റെ തബ്ലീഗ് നിമിത്തമാണ് വിശ്വാസികളായത്. ഇവരെല്ലാവരും ഇസ്ലാമിലെ ഉന്നത ശ്രേണിയിലുള്ള ഉന്നത സ്ഥാനത്തിന് അർഹരായ വലിയ സഹാബാക്കളുടെ ഗണത്തിലാണുള്ളത്. ഇവരുടെ പേര് ഇപ്രകാരമാകുന്നു: 1 ഹദരത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ബനൂ ഉമയ്യ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 30 വയസ്സായിരുന്നു. ഹദരത്ത് ഉമറിന് ശേഷം ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3ാമത്തെ ഖലീഫയായി. ഹദരത്ത് ഉസ്മാൻ വളരെ ലജ്ജയുള്ള ആളും ഊറുള്ള വ്യക്തിയും നിർമ്മല ഹൃദയനും വിശാല മനസ്കനും ധനാഢ്യനുമായിരുന്നു. അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഇസ്ലാമിന് വലിയ വലിയ സാമ്പത്തിക സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹദരത്ത് ഉസ്മാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായിരുന്ന സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിന് പിറകെ ഒന്നായി തന്റെ പെൺമക്കളുടെ വിവാഹം അദ്ദേഹവുമായി നടത്തിയതിൽ നിന്ന് തന്നെ മനസ്സിലാകാവുന്നതാണ്. ഈ കാരണം കൊണ്ട് അദ്ദേഹം സുന്നൂറൈൻ എന്ന് വിളിക്കപ്പെടുന്നു. അടുത്തത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആകുന്നു. അദ്ദേഹം ബനു സുഹറയിൽപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവും ഈ കുടുംബക്കാരിയായിരുന്നു. വളരെ ബുദ്ധിമാനും ഏറെ പക്വതയുള്ള സ്വഭാവത്തിനും ഉടമയായിരുന്നു. ഹദരത്ത് ഉസ്മാന്റെ ഖിലാഫത്ത് പ്രശ്നം ഇദ്ദേഹം മുഖേനയാണ് തീരുമാനിക്കപ്പെട്ടത്. ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് ഏകദേശം 30 വയസ്സും പ്രായമുണ്ടായിരുന്നു. ഉസ്മാനിയ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് വഫാത്തായത്. 3ാമത്തേത് സഅദ് ബിൻ അബി വഖാസ് ആകുന്നു. അദ്ദേഹം ആ കാലത്ത് തികച്ചും യുവാവായിരുന്നു. അതായത് ആ സമയത്ത് അദ്ദേഹത്തിന് 19 വയസ്സായിരുന്നു പ്രായം. ഇദ്ദേഹവും ബനു സുഹറയിൽപ്പെട്ട ആളായിരുന്നു. വളരെ ധൈര്യശാലിയും യോദ്ധാവുമായിരുന്നു. ഹദരത്ത് ഉമറിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം മുഖേനയാണ് ഇറാഖ് ജയിച്ചടക്കിയത്. അമീർ മുആവിയുടെ കാലത്ത് വഫാത്തായി. 4ാമത്തേത് സുബൈർ ഇബ്നു അവ്വാമാണ്. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃ സഹോദരി പുത്രനാണ്. അതായത് അബ്ദുൽ മുത്തലിബിന്റെ മകൾ സഫിയയുടെ മകനായിരുന്നു. പിന്നീട് ഹസ്രത്ത് അബൂബക്കറിന്റെ ജാമാതാവായി. ഇദ്ദേഹം ബനു അസദിൽപ്പെട്ട ആളായിരുന്നു. ഇസ്ലാം സ്വീകരിക്കുമ്പോൾ കേവലം 15 വയസ്സായിരുന്നു പ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ്ദക്ക് യുദ്ധാവസരത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു സവിശേഷ സേവനം കാരണം ഹവാരി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുബൈർ ഹസ്രത്ത് അലിയുടെ ഖിലാഫത്ത് കാലത്ത് ജമൽ യുദ്ധത്തിന് ശേഷം ഷഹീദാക്കപ്പെട്ടു. 5ാമത്തേത് തൽഹ ബിൻ ഉബൈദുള്ളയായിരുന്നു. അദ്ദേഹം ഹസ്രത്ത് അബൂബക്കറിന്റെ കുടുംബം, അതായത് ബനു തൈമിയ ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. ആ സമയത്ത് തികച്ചും യുവാവായിരുന്നു. തൽഹയും ഇസ്ലാമിനു വേണ്ടി ത്യാഗസന്നദ്ധന്മാരിൽ പ്രമുഖനായിരുന്നു. ഹസ്രത്ത് അലിയുടെ കാലഘട്ടത്തിൽ ജമൽ യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ടു. ഈ 5 സഹാബാക്കളും അശ്രയ മുബശ്ശിറയിൽപ്പെട്ടവരാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുഗ്രഹീതാദരത്താൽ പ്രത്യേകമായി സ്വർഗത്തെക്കുറിച്ച് സുവാർത്ത നൽകിയ 10 സഹാബാക്കളിൽ ഉൾപ്പെടുന്നു. ഇവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറെ സമീപസ്ഥരായ സഹാബാക്കളും അഭിപ്രായം നൽകുന്നവരിൽ ഉൾപ്പെട്ടവരുമായിരുന്നു. മക്കയിലെ നിഷേധികൾ ഇസ്ലാം സ്വീകരിച്ചവർക്ക് മേൽ പല പല ആക്രമണങ്ങളും നടത്തി. ദുർബലരും അടിമകളുമായ മുസ്ലിങ്ങൾ മാത്രമല്ല അവരുടെ മർദ്ദനങ്ങൾക്ക് ഇരയായത്, മറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കറും പോലും മക്കയിലെ മുശ്രിക്കീങ്ങളുടെ ദ്രോഹങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരുന്നില്ല. അവരെയും പല രീതിയിൽ ആക്രമണങ്ങൾക്ക് വിധേയരാക്കിക്കൊണ്ടിരുന്നു എന്നതിന് ചരിത്രം സാക്ഷിയാണ്. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഹദരത്ത് അബൂബക്കറിനെയും
സീറത്ത് ഹൽബിയിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദ്രത്ത് അബൂബക്കറും ഹദ്രത്ത് അൽഹയും തങ്ങളുടെ ഇസ്ലാം വെളിപ്പെടുത്തിയപ്പോൾ നൗഫൽ ബിൻ അദ്വിയ അവർ രണ്ടുപേരെയും പിടികൂടി. ഇയാൾ ഖുറൈശികളുടെ സിംഹം എന്നാണ് അറിയപ്പെടുന്നത്. അയാൾ അവർ രണ്ടുപേരെയും ഒരു കയറിൽ ബന്ധിച്ചു. അവരുടെ ബനു തൈം ഗോത്രം പോലും രണ്ടുപേരെയും രക്ഷപ്പെടുത്തിയില്ല. ഈ കാരണം കൊണ്ട് തന്നെ ഹദ്രത്ത് അബൂബക്കറും തൽഹയും കരീനീൻ എന്നറിയപ്പെടുന്നു, അതായത് കൂട്ടിച്ചേർത്ത രണ്ട് സുഹൃത്തുക്കൾ. നൗഫൽ ബിൻ അദ്വിയയുടെ ശക്തിയും അയാളുടെ ദ്രോഹവും കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുമായിരുന്നു: അല്ലാഹു മക്ഫിന ശർറ ഇബ്നു അദ്വിയ. അല്ലാഹുവേ, ഇബ്നു അദ്വിയയുടെ ദ്രോഹങ്ങൾക്കെതിരിൽ നീ തന്നെ ഞങ്ങൾക്ക് മതിയായി തീരണമേ. ഉർവ ബിൻ സുബൈർ വിവരിക്കുന്നു, ഞാൻ ഹദ്രത്ത് ഇബ്നു അംർ ബിൻ ആസിനോട് ചോദിച്ചു, മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്ത ദ്രോഹങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് പറഞ്ഞു തന്നാലും. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് ഹറമിലെ ഹത്തീമിൽ നമസ്കരിക്കുകയായിരുന്നു. ഉഖ്ബ ബിൻ അബീ മുഈദ് വന്നു. അയാൾ ഒരു തുണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുത്തിലിട്ട് മുറുക്കാൻ തുടങ്ങി. ഇത്രയും ആയപ്പോഴേക്കും ഹദ്രത്ത് അബൂബക്കർ അവിടെ എത്തി. അദ്ദേഹം വന്നു ഉത്ബയുടെ തോളത്ത് പിടിച്ച് അയാളെ തള്ളി മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. എന്റെ നാഥൻ അല്ലാഹുവാണ് എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ കൊല്ലുകയാണോ? മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഒരിക്കൽ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ആരാധ്യരെ പറ്റി ഇന്ന കാര്യങ്ങൾ പറയുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ ഉണ്ട്. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റും കൂടി. ആ സമയത്ത് ആരോ ഹദ്രത്ത് അബൂബക്കറിനോട് പറഞ്ഞു, സുഹൃത്തിനെ കുറിച്ച് അന്വേഷിച്ചു നോക്കൂ. ഹദ്രത്ത് അബൂബക്കർ പുറപ്പെട്ട് മസ്ജിദ് ഹറാമിലെത്തി. ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റും കൂടിയിരിക്കുന്ന അവസ്ഥയിലാണ് അബൂബക്കർ തിരുനബിയെ കാണുന്നത്. അബൂബക്കർ പറഞ്ഞു, നിങ്ങൾക്ക് മോശം ഭവിക്കട്ടെ. ആ തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് ഫഖദ് ജാഅകും ബിൽ ബയ്യിനാത്തി മിർ റബ്ബിക്കും. നിങ്ങൾ എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞ കാരണത്താൽ മാത്രം ഒരു വ്യക്തിയെ കൊല്ലുകയാണോ? അദ്ദേഹമാകട്ടെ നിങ്ങളുടെ അടുക്കൽ തന്റെ നാഥനിൽ നിന്ന് വ്യക്തമായ അടയാളങ്ങളുമായി വന്നിരിക്കുന്നു. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിവാക്കുകയും അബൂബക്കറിന് നേരെ കുതിക്കുകയും അദ്ദേഹത്തെ മർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഹദ്രത്ത് അബൂബക്കറിന്റെ മകൾ ഹദ്രത്ത് അസ്മ പറയുന്നു, അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുടിയിൽ കൈവെക്കുകയാണെങ്കിൽ മുടി ഞങ്ങളുടെ കയ്യിൽ വരുമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം. അല്ലയോ ആദരവും അന്തസ്സുടയനുമായ നാഥ, നീ അനുഗ്രഹപൂർണനാകുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ ശിരസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയും ശക്തമായി വലിച്ചു. നബിയുടെ മുടി കൊഴിഞ്ഞു. അപ്പോൾ ഹദ്രത്ത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷിക്കാൻ വന്നു. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. നിങ്ങൾ തന്റെ നാഥൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞ കാരണത്താൽ ഒരാളെ വധിക്കുകയാണോ? മാത്രമല്ല ഹദ്രത്ത് അബൂബക്കർ കരയുന്നുമുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ അവരെ വിടൂ. ആരുടെ കയ്യിലാണോ എന്റെ ജീവൻ ഇരിക്കുന്നത്, ഞാൻ അവരിൽ നിന്ന് തന്നെയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ എന്നെ ത്യജിക്കുന്നതാണ്. അപ്പോൾ അവർ, അതായത് നിഷേധികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടു. ഹദ്രത്ത് അലി ഒരിക്കൽ ജനങ്ങളോട് ചോദിച്ചു, ജനങ്ങൾക്കിടയിൽ ഏറ്റവും ധീരനായ യോദ്ധാവാരാണ്? ജനങ്ങൾ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, താങ്കൾ തന്നെ. ഹദ്രത്ത് അലി പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എന്നോട് പൊരുതിയ ആളുകളുമായി ഞാൻ നീതി ചെയ്തിട്ടുണ്ട്, അതായത് അയാളെ അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വലിയ യോദ്ധാവ് അബൂബക്കർ ആകുന്നു. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ബദറിന്റെ ദിവസം തമ്പ് കെട്ടിയിരുന്നു. ഞങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ആരാണ് ഇന്ന് കഴിച്ചു കൂട്ടുക? അതായത് മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തെത്താതിരിക്കാൻ. അള്ളാഹുവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ആരും പോകുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഹദ്രത്ത് അബൂബക്കർ തന്റെ വാളും ഊരിപ്പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു നിന്നു. അതായത് ആദ്യം അബൂബക്കറിനോട് പൊരുതിയിട്ടല്ലാതെ ഒരു മുശ്രിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തുകയില്ല. ചുരുക്കത്തിൽ അദ്ദേഹം
എല്ലാവരേക്കാളും ധീരനായ യോദ്ധാവായിരുന്നു. ഒരിക്കൽ ഹദ്റത്ത് അലി പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുറൈശികൾ പിടികൂടിക്കുന്നതായി കണ്ടു. ചിലർ തങ്ങളുടെ ദേഷ്യം പ്രകടിപ്പിക്കുന്നു, മറ്റു ചിലർ ബുദ്ധിമുട്ടിക്കുന്നു. നീ എല്ലാ ആരാധന്മാരെയും ഒറ്റ ആരാധനയാക്കിയല്ലേ എന്ന് ആക്രോശിക്കുന്നു. അള്ളാഹുവാണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ആരെത്തിയാലും ഹദ്റത്ത് അബൂബക്കർ അയാൾ അടിച്ചോടിച്ചിരുന്നു. ചിലർ ശകാരിച്ചിരുന്നു, നിങ്ങൾക്ക് നാശമുണ്ടാകുമെന്നും പറഞ്ഞിരുന്നു. അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, അതായത് നിങ്ങൾ തന്റെ നാഥൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞ കാരണത്താൽ ഒരാളെ വധിക്കുകയാണോ? ഹദ്റത്ത് അലി തന്റെ പുതപ്പ് മാറ്റി. അദ്ദേഹം എത്രമാത്രം കരഞ്ഞു എന്നാൽ അദ്ദേഹത്തിന്റെ താടിയും കൂടി നനഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഫിറോന്റെ കുടുംബത്തിലെ വിശ്വാസിയാണോ അതോ അബൂബക്കർ അല്ലാഹു ആണോ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠൻ? ഒരുപക്ഷെ ഹദ്റത്ത് അലി ഫിറോന്റെ ജനതയിലുള്ള വിശ്വാസിയെ കുറിച്ച് പറഞ്ഞതിന്റെ കാരണം വിശുദ്ധ ഖുർആനിലുള്ള ആയത്തിൽ തന്റെ വിശ്വാസത്തെ കുറിച്ച് മറച്ചു വെച്ചുകൊണ്ട് ഫിറോന്റെ സദസ്സിൽ അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയായിരിക്കും. ഹദ്റത്ത് അലി പറഞ്ഞു, അള്ളാഹുവാണേ, ഹദ്റത്ത് അബൂബക്കറിന്റെ ഒരു നിമിഷം ഫിറോന്റെ ശ്രേഷ്ഠ ജനതയിലെ വിശ്വാസി സമൂഹത്തിൽ വിശ്വാസി ഭൂമിയിൽ മുഴുവനും ചെയ്തു തീർക്കുന്ന നന്മയേക്കാൾ ശ്രേഷ്ഠമാകുന്നു. കാരണം അയാൾ തന്റെ വിശ്വാസം ഗോപ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഹദ്റത്ത് അബൂബക്കർ തന്റെ വിശ്വാസം വെളിപ്പെടുത്തുകയുണ്ടായി. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാദങ്ങളെല്ലാം യാഥാർത്ഥ്യമാണെന്ന് കാണപ്പെടുന്നതാണ്. നമുക്ക് ഓരോ ചൂടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മനുഷ്യകുലത്തോടുണ്ടായിരുന്ന അതിരറ്റ മഹത്തായ സ്നേഹവത്സരങ്ങളുടെ സംഭവങ്ങൾ കാണാൻ കഴിയും. തിരുനബിക്ക് ഏകദൈവത്തിന് സന്ദേശം എത്തിക്കുന്നതിന് വർഷം മുഴുവൻ അനുഭവിക്കേണ്ടുന്ന പ്രയാസങ്ങൾക്ക് ഒരു പരിധിയുമില്ല. ഒരിക്കൽ കാബയിൽ നിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുത്തിലൂടെ ഇട്ട് മുറുക്കി. എത്രമാത്രം വലിച്ചു മുറുക്കിയെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ തുടുത്ത് പുറത്തേക്ക് വരാൻ തുടങ്ങി. ഹദ്റത്ത് അബൂബക്കർ ഇത് കണ്ടപ്പോൾ ഉടനെ ഓടിയെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രയാസകരമായ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ണുനീർ വന്നു. അദ്ദേഹം നിഷേധികളെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന് ഭയപ്പെടുവിൻ. തന്റെ നാഥൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞ കാരണത്താൽ ഒരു വ്യക്തിയെ നിങ്ങൾ ഇത്രമാത്രം ദ്രോഹിക്കുകയാണോ? ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, ഒരിക്കൽ ചില ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് പിടികൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ തുണിയിട്ട് മുറുക്കാൻ തുടങ്ങി. ജീവൻ പോയി പോകുമെന്ന അവസ്ഥ വരെ എത്തി. യാദൃശ്ചികമായി അബൂബക്കർ അവിടെ വന്നുപെട്ടു. അദ്ദേഹം ഈ പ്രയാസത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിച്ചു. അപ്പോൾ അവർ അബൂബക്കറിനെ മർദ്ദിക്കാൻ തുടങ്ങി. അദ്ദേഹം മഹാലസ്യപ്പെട്ട് തറയിൽ വീണു. അടിമകളെ സ്വതന്ത്രരാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹദ്റത്ത് അബൂബക്കറിനെ കുറിച്ച് നിവേദനങ്ങളുണ്ട്. എഴുതുന്നു, ഹദ്റത്ത് അബൂബക്കർ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പക്കൽ 40,000 ദിർഹം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയാസം അനുഭവിക്കുന്ന 7 പേരെ അദ്ദേഹം സ്വതന്ത്രരാക്കി. അദ്ദേഹം ഹദ്റത്ത് ബിലാൽ, ആമിർ ബിൻ ഫുഹൈറ, സനീറ, നഹദിയ, അവരുടെ മകൾ, ബനി മൂമലിലെ ഒരു അടിമ സ്ത്രീ ഉമ്മ ഉവൈസ് എന്നിവരെ സ്വതന്ത്രരാക്കി. ഹദ്റത്ത് ബിലാൽ ബനു ജുമയുടെ അടിമയായിരുന്നു. ഉമയ്യ ബിൻ ഖലഫ് അദ്ദേഹത്തെ നിഷ്ഠുരമായി ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹദ്റത്ത് ബിലാൽ വിശ്വാസിയായപ്പോൾ അദ്ദേഹത്തിന്റെ ഉടമസ്ഥന്മാർ അദ്ദേഹത്തെ നിലത്ത് കിടത്തുകയും അദ്ദേഹത്തിന് മേൽ കല്ലുകളും പശുവിന്റെ തോലും വലിച്ചിടുകയും ചെയ്തു. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നിന്റെ നാഥൻ ലാത്തും ഉസ്തയുമാണ്. പക്ഷെ അദ്ദേഹം അഹദ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് അടുക്കൽ ഹദ്റത്ത് അബൂബക്കർ വന്നു. എന്നിട്ട് പറഞ്ഞു, ഏതുവരെ നിങ്ങൾ ഇദ്ദേഹത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും? നിവേദകൻ പറയുന്നു, ഹദ്റത്ത് അബൂബക്കർ ഹദ്റത്ത് ബിലാലിനെ 7 ഔക്കിയ കൊടുത്ത് വാങ്ങുകയും സ്വതന്ത്രനാക്കുകയും ചെയ്തു. അതായത് ഒരു ഔക്കിയ എന്ന് പറഞ്ഞാൽ 40 ദിർഹമാണ്. 280 ദിർഹം കൊടുത്താണ് വാങ്ങിയത്. തുടർന്ന് ഹദ്റത്ത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ എന്നെയും അതിൽ പങ്കാളിയാക്കൂ. യാ റസൂലല്ലാഹ്, ഞാൻ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു.
ഹദരത്ത് ആമിർ ബിൻ ഫുഹൈറ ഒരു കറുത്ത വംശജനായ അടിമയായിരുന്നു. അദ്ദേഹം സുഹേൽ ബിൻ അബ്ദുല്ലാ ബിൻ സഞ്ചറിയുടെ അടിമയായിരുന്നു. ഇയാൾ തന്റെ മാതാവ് മുഖേന ഹദരത്ത് ആയിഷയുടെ സഹോദരനാണ്. ഹദരത്ത് ആമിർ ഇസ്ലാം സ്വീകരിച്ച പ്രധാനന്മാരിൽ ഉൾപ്പെടുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് വിധേയനാക്കപ്പെട്ടു. ഹദരത്ത് അബൂബക്കർ അദ്ദേഹത്തെ വാങ്ങുകയും സ്വതന്ത്രനാക്കുകയും ചെയ്തു. ഹദരത്ത് സനീറ റോമി ഇസ്ലാം സ്വീകരിച്ച ആദ്യകാല മഹിളകളിൽപ്പെട്ട ആളായിരുന്നു. ഇവർ ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. മുശ്രിക്കീങ്ങൾ അവരെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു. അവർ പറഞ്ഞത് ബനു മഖ്സൂമിന്റെ അടിമയായിരുന്നു. അബൂജഹൽ അവരെ ദ്രോഹിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു അവർ ബനു അബ്ദുദ്ദാറിന്റെ അടിമയാണ്. അവർ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് അവർക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, ലാത്തയെയും ഉസ്സയെയും നിഷേധിച്ച കാരണത്താൽ സനീറ അന്ധയായിരിക്കുന്നു. അപ്പോൾ സനീറ പറഞ്ഞു, ലാത്തും ഉസ്സയും തന്നെ ആരാധിക്കുന്ന ആളുകൾ ആരെന്ന് പോലും അറിയുന്നില്ല. അവ എന്നെ എങ്ങനെ അന്ധയാക്കാനാണ്? അവക്ക് സ്വയം കണ്ണുകൾക്ക് കാഴ്ചയില്ല. എന്റെ കാര്യം വാനലോകത്ത് നിന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഹിതമാണ് എന്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. എന്റെ റബ്ബ് എന്റെ കാഴ്ച തിരിച്ചു തരാനും മതിയായവനാണ്. ഇതായിരുന്നു അവർ നിഷേധികൾക്ക് കൊടുത്തിരുന്ന മറുപടി. അടുത്ത ദിവസം സുപ്രഭാതത്തിൽ, അതായത് രാത്രി ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അവർക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയും കാഴ്ചശക്തി ശരിയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഖുറൈശികൾ പറഞ്ഞു, ഇത് മുഹമ്മദിന്റെ ജാലവിദ്യ കൊണ്ടുണ്ടായതാണ്. ഹദരത്ത് അബൂബക്കർ അവർക്ക് മേലെ ഉണ്ടായ പ്രയാസങ്ങൾ കണ്ടപ്പോൾ അവരെ വാങ്ങുകയും സ്വതന്ത്രയാക്കുകയും ചെയ്തു. ഈ അനുസ്മരണം ഇനിയും തുടരുന്നതാണ്. സ്വതന്ത്ര ആക്കിയതുമായി ബന്ധപ്പെട്ട ഇനിയും ചില സംഭവങ്ങൾ ഉണ്ട്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.